നമ്മളപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യൽ മുട്ടിച്ചാറാണ്. അപ്പോൾ നമുക്ക് ഈ എല്ലുമുട്ടിയൊക്കെ ഒന്നിട്ട് കൊടുക്കാം. നല്ല റൗണ്ട് പീസസ് ആണ്. നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഈ മസാല ഇതൊന്ന് ചതച്ച് ഇട്ടിട്ട് ഇങ്ങനെയാണ് ചതച്ചെടുത്തിരിക്കുന്നത്. നമുക്കിത് കുക്കറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി ഒരു 20 അല്ലി വെളുത്തുള്ളി, ചുവന്നുള്ളിയാണ് എടുത്തിട്ട് ഇതിങ്ങനെ മുഴുവനോട് കൂടി തന്നെ ഒരു 25 എണ്ണം. പച്ചമുളക് നമുക്കൊന്ന് പിളർന്നിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്, പട്ട എടുത്തിട്ടുണ്ട്, ഏലക്ക, ഗ്രാമ്പു, പെരുംജീരകം, മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ തേങ്ങ തിരുമ്മിയത്, 1 കപ്പ് തേങ്ങ തിരുമ്മിയത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതൊന്ന് മിക്സിയിൽ ചേർത്തിട്ട് മാറ്റാം. ഇതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. നന്നായിട്ടൊക്കെ അരഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു ബൗളിലോട്ട് വാർത്ത് വയ്ക്കാം. ഇതിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു. നമുക്കിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 5 ചുവന്നുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് വേപ്പില ആഡ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ചെറുതായിട്ടൊന്ന് ആ അരിഞ്ഞിട്ടേക്കണ ഉള്ളി ഒന്ന് അടർന്നു തുടങ്ങുമ്പോഴേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത് അതിൻ്റെ പച്ചപ്പ് മാറുന്നത് വരെ വഴറ്റണം. ഇതിൻ്റെ പച്ചപ്പ് നല്ലോണം തിളച്ചങ്ങ് പൊട്ടി അങ്ങ് വരുമ്പോഴേക്ക് നമുക്ക് ഈ വെള്ളം, അരച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇപ്പം നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇറച്ചി വേവിച്ചിരിക്കുന്നത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ തേങ്ങ അരപ്പിൽ ഒരു 15 മിനിറ്റ് തിളച്ച് കുറുകി വരുമ്പോഴേക്കും നമുക്ക് കറി ഓഫ് ചെയ്യാനാകും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. മുട്ടിച്ചാറെന്നാണ് ഇതിന് പറയുന്നത്. ക്രിസ്ത്യൻ വീടുകളിൽ എല്ലായ്പ്പോഴും ഫംഗ്ഷൻ തുടങ്ങി എല്ലാ വിശേഷ ദിവസങ്ങളിലും ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് ഈ മുട്ടിച്ചാറെന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് കറി വച്ച് റെഡിയായി വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. കറി നല്ല കുറുകി പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഈസ്റ്ററിന് ഇതാവട്ടെ നിങ്ങളുടെ എല്ലാവരുടെ ഒരു സ്പെഷ്യൽ വിഭവം. വളരെ ട്രഡീഷണൽ ആയിട്ടൊരു ക്രിസ്ത്യൻ വിഭവമാണ് മുട്ടിച്ചാറെന്ന് പറയുന്നത്. ഇതിന് നമുക്ക് ഏറ്റവും നല്ലൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുട്ടും മുട്ടിച്ചാറുമാണ്. അപ്പോൾ നമുക്ക് ഒരു പുട്ടിനോടൊപ്പം
ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം.